പ്രിയമുള്ളവരെ, നാം എല്ലാവരും പല വിഷയങ്ങൾ കൊണ്ടും ടെൻഷൻ അടിക്കുന്നവരാണ്. ചില ആളുകൾക്ക് സമ്പത്തുണ്ടാകും, പക്ഷെ അവർക്ക് ആരോഗ്യമുണ്ടാവുകയില്ല. ചില ആളുകൾക്ക് ആരോഗ്യമുണ്ടാകും, അവർക്ക് സമ്പത്തുണ്ടാവുകയില്ല. ചില ആളുകൾക്ക് സന്താനമുണ്ടാകും, ആ സന്താനം നന്നാവുകയില്ല. ഈ നിലക്ക് പല രൂപത്തിലും വിഷമിക്കുന്നവർ നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കും. എന്നാൽ എത്ര ജോലി ചെയ്തിട്ടും കച്ചവടങ്ങൾ ചെയ്തിട്ടും വീണ്ടും വീണ്ടും കടങ്ങൾ കുന്നുകൂടി വരുന്നവരെയും നമുക്കിടയിൽ കാണാൻ സാധിക്കും. അത്തരം ആളുകൾ കടങ്ങൾ വീടാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ജുമുഅക്ക് പോലും പോവാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ തടഞ്ഞു വെച്ച സ്വഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം കാണാനില്ല. ജുമുഅ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ തേടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ലയോ മുആദ്, നിങ്ങളെ പള്ളിയിൽ കണ്ടില്ലല്ലോ. നബിയെ, ഞാൻ ജുമുഅക്ക് വേണ്ടി മാറ്റി ഒരുങ്ങി പള്ളിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു. പക്ഷേ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കടം കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആ യഹൂദി എന്നെ തടഞ്ഞു വെച്ച് നബിയെ, എന്നെ ജുമുഅക്ക് വിട്ടില്ല, എന്നെ പിടിച്ചു വെച്ചു. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഭൂമി നിറയെ സ്വർണം കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. സൂറത്ത് ആലി ഇമ്രാനിലെ 26, 27 ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട് അത് ഓതാൻ പറയുകയാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിൻ നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. ഈ ആയത്തുകൾ ദിവസം ഓതാൻ വേണ്ടി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശം കൊടുക്കുന്നു. അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി വീടുകളിൽ സൂറത്തുൽ വാഖിയ പതിവാക്കുന്നതും നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങൾ വീട്ടി ഇസ്സത്തുള്ള ജീവിതം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.